സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ഹല്ലേലൂയ. കൈകൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നല്ലവനായ ഈശോയെ, അങ്ങയുടെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സമീപസ്ഥരും വിദൂരസ്ഥരുമായി അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അവരുടെ ജീവിതത്തിൻ്റെ മേലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ വലിയ കാരുണ്യത്താൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ 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 യേശുവേ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്ക് ആരാധന. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേ. ഒരുമിച്ച് പാടുക. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേക. പ്രിയമുള്ളവരെ, ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും എൻ്റെ മക്കൾ മനസ്സിൽ കർത്താവിനോട് ഒരു പ്രതിജ്ഞ ചെയ്യണം. കർത്താവെ, എനിക്കും അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ കയറി നിന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. കാര്യം സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതിലൊരു നല്ല ശതമാനം സാക്ഷ്യം പറയാമെന്ന് തീരുമാനമെടുക്കുമ്പോൾ തന്നെയാണ് ദൈവികമായ ഇടപെടലുണ്ടാകുന്നത്. കാരണം നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയുടെ സ്പിരിറ്റ് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണെന്ന് പറയും. കാര്യം ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് മുമ്പ് അമ്മ നമുക്ക് നൽകിയത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന 2014 ഒക്ടോബർ മുതൽ നവംബർ 24 തീയതിയാണ് പ്രാർത്ഥന തന്നത്. അത് 5 മിനിറ്റ് ഒരു 42 സെക്കൻഡ് കൊണ്ട് അമ്മ തന്ന പ്രാർത്ഥനയാണ്. അത്
6 മാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് ഉടമ്പടി പ്രാർത്ഥന തന്നത്. അതുകൊണ്ട് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കാലത്ത് 6 മാസം കുറേ അടയാളങ്ങൾ സംഭവിച്ചായിരുന്നു. ആ അടയാളങ്ങൾ സംഭവിച്ച കാരണം പിന്നെ ഉടമ്പടി പ്രാർത്ഥന തന്നപ്പോൾ ഞാൻ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കളഞ്ഞില്ല, മാറ്റിവെച്ചില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലാണ് ജീവൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥനയുടെ കൂടെയാക്കി വെച്ചു, അതിൻ്റെ അകത്താക്കി പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അത് നമ്മൾ വെളുപ്പിനെ ചെല്ലണ പ്രാർത്ഥനയാണ്. അപ്പോൾ ഇതിൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ എന്താ? അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട വിഷയം തിരുസഭ ഏറ്റെടുക്കണം. അതാണ് മാതാവിൻ്റെ ഉദ്ദേശം. അതറിഞ്ഞ് വേണം ഈ ഉടമ്പടി ചെയ്യുന്ന സഹോദരങ്ങൾ അതിൻ്റെ മർമ്മം അറിയണം. അതായത് ഈ ഇത്രയും വലിയ സാക്ഷ്യങ്ങളല്ല, ഇനി 10,000-കണക്കിന് സാക്ഷ്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു ചേട്ടായിയുടെ സാക്ഷ്യം കേട്ടില്ലേ? എൻ്റെ അപ്പൻ മരിക്കുകയില്ല. എന്താ കാര്യം? ഞാൻ കൃപാസന അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ് വിശ്വാസം പ്രഖ്യാപിച്ചപ്പോഴേ അതിക്ക് മുമ്പ് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചെയ്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അപ്പൻ അടക്കേണ്ട കുഴിമാടങ്ങൾ വിലക്ക് വാങ്ങിച്ചായിരുന്നു. എൻ്റെ അപ്പൻ മരിക്കുകയില്ല, ഞാൻ കൃപാസന അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ വെന്റിലേറ്ററിൽ കിടന്ന് ആദ്യം തള്ളവിരൽ ചലിപ്പിക്കാൻ തുടങ്ങി. ജീവൻ കയറി വരികയാണ്. പിന്നെ കാലനക്കി, തൊണ്ടയനക്കി, വാ പൊളിച്ചു, കണ്ണ് തുറന്നു, ആൾ പതുക്കെ ജീവൻ പ്രാപിച്ചു വരികയാണ്. അപ്പോൾ ഇനി ഇതിനേക്കാൾ ഉടനെ തിരിച്ചു പറഞ്ഞ എന്താണ്? ഞങ്ങൾക്ക് കുഴിമാടം ഇപ്പം വേണ്ട, അപ്പനെ അമ്മ ഉയർപ്പിച്ചു, അമ്മയുടെ മധ്യസ്ഥത്തിൽ ഉയർപ്പിച്ചു. ഇത് തന്നെ നമ്മുടെ ജീവിത മണ്ഡലങ്ങളിലൊക്കെ നടക്കും. ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നടക്കും. ഇപ്പം 12 പ്രാവശ്യം IELTS എഴുതി മോള് അവസാനം അമ്മയോട് വന്ന്, അമ്മേ എൻ്റെ ബുദ്ധിയും കഴിവും ഓർമ്മശക്തിയും ഉള്ള കാര്യങ്ങളെല്ലാം ഇനി എനിക്ക് അമ്മ തന്നെ എന്നെ കൈപിടിച്ച് ഉയർത്തിയാൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളെന്ന് പട്ടാങ്ങി പറഞ്ഞപ്പോൾ ഉടമ്പടി ചെയ്ത ഉടനെ അവളെ അമ്മ ജയിപ്പിച്ചു. പിന്നെ അതിൻ്റെ കൂടെ വന്ന് എക്സാമിനേഷൻ ജയിപ്പിച്ചു. ഇതുപോലെ അതും മരിച്ചുപോയ ഒരു വിദ്യാഭ്യാസ മേഖലയായിരുന്നു. മരിച്ചുപോയതായിരുന്നു, അത് മരവിച്ചു പോയ വിഷയമാണ്. അത് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് വരുന്നു. സാമ്പത്തിക കടങ്ങളുടെ മേഖലകളെ ഒരു 3-4 മാസത്തെ സാക്ഷ്യം നിങ്ങൾ നോക്കിയാൽ മതി. സാമ്പത്തിക മേഖലയിൽ മനുഷ്യൻ വളരെയേറെ വേദനിച്ച് കഴിയണ ഒത്തിരി കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുന്നുണ്ട് അമ്മ. ഇതെല്ലാം ഓർത്തുകൊണ്ട് അതിശക്തമായ സ്തുതിയുടെ ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേ. സ്വരത്തിൽ എല്ലാവരും ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേക. ഉടമ്പടി എപ്പോഴും അതിൻ്റെ ഓരോ മാസവും നമ്മൾ കൂടുന്ന 6 പ്രാർത്ഥനകളുണ്ട് അല്ലേ? ഒന്ന് നമ്മളിവിടെ വന്നു കൂടുന്നു, ബാക്കി 5 പ്രാർത്ഥനയും നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ടെലിവിഷനിലും കൂടുന്നു. പ്രാർത്ഥിച്ചാണ് കൂടുന്ന ജനങ്ങളാണ്. ഞാൻ യൂട്യൂബിൽ കൂടിയ മകനാണ്, അതിന് ആന്തരിക ബോധ്യം കിട്ടിയത്. അവൻ പറഞ്ഞു ഇവിടെ വന്നിട്ടില്ല, പക്ഷേ യൂട്യൂബിൽ ഞാൻ അമ്മയുടെ ധ്യാനം കൂടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവളിലൂടെ എന്താണ്? ആഴമായ ആന്തരിക ബോധ്യം കിട്ടുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെയും ആന്തരികമായ ബോധ്യം ആ മകന് കിട്ടിയിട്ടാണ് അപ്പനെ ഉയർപ്പിക്കുന്നത്. അതൊക്കെ അമ്മ തരുന്ന ഒരു അറിവടയാളങ്ങളാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേ. ഒരുമിച്ച് എല്ലാവരും ഓ ദിവ്യകാരുണ്യ സ്നേഹമേ,
അമ്മ മാതാവിനും ഈശോപ്പച്ചയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് പഞ്ചു. ഞാൻ UK നിന്ന് വരണു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 മാർച്ച് 15-ാം തീയതിയാണ്. എൻ്റെ ഒരു കസിൻ സിസ്റ്ററാണ് പറഞ്ഞത്. ഞാൻ 2022 സെപ്റ്റംബറിൽ ഞാൻ UK പോയതാണ് സ്റ്റുഡൻറ്റ് വിസയിൽ. അപ്പം പഠിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞു, എടി ഇങ്ങനെ ഒരു കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ നിനക്ക് പോകാനിപ്പോൾ പറ്റിയില്ലെങ്കിലും നീ ഒന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റൊക്കെ ഇടാം, നീ ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ആദ്യത്തെ എക്സാമിന് മുന്നേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായി, ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടുണ്ടായില്ല. പക്ഷേ പ്രാർത്ഥിച്ചു, 5:30 എണീറ്റ് പ്രാർത്ഥിക്കുക ചെയ്യുമായിരുന്നു. ആദ്യത്തെ എക്സാമിന് പാസ്സായി. അത് കഴിഞ്ഞിട്ട് മാർച്ചിൽ 2023 മാർച്ചിൽ ഞാൻ നാട്ടിൽ എനിക്കൊരു ആവശ്യത്തിന് വരേണ്ട വന്നു. അന്നേരം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അന്നേരമാണ് മാർച്ച് 15-ാം തീയതി ഉടമ്പടി എടുത്തത്. അപ്പോൾ വരുന്ന സമയത്ത് മോന് ഭയങ്കര ചുമയും കാര്യങ്ങളായിരുന്നു. കാരണം അവിടെ ഞങ്ങൾ UK ചെന്നിട്ടേ ഉണ്ടായിരുന്നു. ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് ചൂടായപ്പോൾ ഭയങ്കര ചുമയെന്ന് പറഞ്ഞാൽ കൊച്ചിന് ഉറങ്ങാൻ പറ്റാത്ത അത്രയും ചുമയായിരുന്നു. അപ്പോൾ ആ സമയത്ത് മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായി. അപ്പം ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിൻ്റെ തലേന്ന് ഇവൻ രാത്രി ഉറങ്ങാൻ പറ്റാതെ ചുമച്ച് കിടക്കുമ്പോൾ ഞാൻ മമ്മിയെ ഉടമ്പടി തൈലം ഒന്ന് അവന് തേച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. മമ്മി ഉടമ്പടി തൈലം തേച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോഴത്തേക്കും കൊച്ചിനങ്ങ് ചുമ കൂടി പെട്ടെന്ന് കൊച്ചു ചെന്ന് ബാത്റൂമിൽ ചെന്ന് ഒരു വലിയ 2 കട്ട കഫം അങ്ങ് ചുമച്ചങ്ങ് തുപ്പിക്കളഞ്ഞു. ആ ചുമച്ച് പോയതിന് ശേഷം അവൻ ഇന്നേ വരെ, ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞു, ഇന്നേ വരെ അവന് ചുമയുണ്ടായിട്ടില്ല. ചുമയുണ്ടായാലും അങ്ങനെ ഒരു കഫത്തിൻ്റെ പ്രശ്നമില്ല. ജസ്റ്റ് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് ചുമച്ചങ്ങ് പോവേ ഉള്ളൂ. ഇപ്പം എന്തെങ്കിലും ഒരു ജലദോഷം അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ അപ്പം തന്നെ അവന് ഉടമ്പടി തൈലവും തേനും ഉപ്പും എല്ലാം കൊടുത്ത് എല്ലാം രോഗസൗഖ്യങ്ങൾ വരാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് ഞാൻ ആ സമയത്ത് നാട്ടിൽ വന്ന സമയത്ത് UK സ്കൂളിലെ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 5 ദിവസത്തിന് മേളിൽ കൊച്ചി ലീവായി കഴിഞ്ഞാൽ അത് അൺഓതറൈസ്ഡ് ലീവാവും. അപ്പം നമുക്കത് ഫൈൻ അടയ്ക്കണം. ഒരു പേരൻറ്റ് 60 പൗണ്ട് വെച്ച്, അതായത് നമുക്കൊരു 160 പൗണ്ട് നമ്മൾ അടയ്ക്കേണ്ട വരുമായിരുന്നു. അപ്പം ആ സമയത്ത് നാട്ടിൽ വന്നപ്പോൾ ഇവനൊരു 33 ദിവസത്തെ ലീവായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് ജോലിയില്ല, ഹസ്ബൻഡിനൊരു ടെമ്പററി ജോലിയാണ് ഉണ്ടായിരുന്നത്, പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ആ സമയത്ത് ഒത്തിരി പ്രാർത്ഥിക്കാതെ മാതാവേ ഫൈനൊന്ന് നമുക്കില്ലാണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സഹായമാവും. കാരണം 15,000 രൂപയോളം നാട്ടിലെ പൈസയാവും. അപ്പം രാവിലെ സ്കൂളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പൈസ അടയ്ക്കണം, കാരണം കൊച്ചിന് ഓൾറെഡി 5 വയസ്സായി, നിങ്ങൾ ഫൈൻ അടയ്ക്കണം. അപ്പോൾ കൗൺസിലിൽ നിന്ന് ലെറ്റർ വരുമ്പോൾ നിങ്ങൾ ഫൈൻ അടയ്ക്കണം. അത് 1 മാസത്തിന് മുകളിലായി കഴിഞ്ഞാൽ അത് ഇരട്ടിയാവും, അത് 360 പൗണ്ടാവും, 35,000 രൂപയോളം ആവുമെന്ന് പറഞ്ഞു. ആ ഫോൺ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ അതൊന്ന് മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞില്ല, സ്കൂളിൽ നിന്ന് തിരിച്ച് വിളിച്ചേക്കുവാണ്, കൊച്ചിനിപ്പോൾ ജസ്റ്റ് 5 വയസ്സ്, ഇപ്പോൾ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, നിങ്ങൾ ആ ഫൈൻ അടയ്ക്കണ്ട, ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് തരുമോയെന്ന് പറഞ്ഞു. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജോലിക്ക് കുറേ ശ്രമിച്ചു, ജോലിയൊന്നും ആവുന്നില്ല. അപ്പം 2024 ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. എനിക്ക് ഏപ്രിൽ 30 മുന്നേ, 2024 ഏപ്രിൽ 30 മുന്നേ എനിക്കൊരു ജോലി റെഡിയാക്കി തരണമെന്ന് പറഞ്ഞ് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ആമസോണിൽ ജോലിക്ക് വിളിച്ചു തുടങ്ങി. ഞാൻ അപ്ലൈ ചെയ്യാൻ നോക്കുന്നു, പക്ഷേ എനിക്ക് ഷിഫ്റ്റ് കിട്ടുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം, മാതാവിൻ്റെ കൃപയെന്ന് മാത്രം എനിക്ക് ആ ഏപ്രിൽ 30 ഞാൻ ആ ഡേറ്റ് ഇട്ട ദിവസം തന്നെ എനിക്ക് ഷിഫ്റ്റ് കിട്ടി. അങ്ങനെ ഞാൻ 2024 മെയ്യിൽ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അപ്പം അതൊരു കോൺട്രാക്റ്റ് ബേസിലാണ്. അപ്പോൾ ആദ്യത്തെ കോൺട്രാക്റ്റ് ജൂലൈ വരെ ആയിരുന്നു. ആ ജൂലൈയിൽ കോൺട്രാക്റ്റ് കഴിഞ്ഞപ്പം അവരെനിക്ക് ജനുവരി വരെ ആക്കി. ആ ജനുവരി അങ്ങനെ കോൺട്രാക്റ്റ് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് 2024 മെയ് 3-ാം തീയതി വരെ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി. അപ്പം അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കോൺട്രാക്റ്റ് തീരുന്നതിന് 1 ആഴ്ച മുന്നേ നമ്മളുടെ അടുത്ത് പറയും നിങ്ങളുടെ കോൺട്രാക്റ്റ് തീരുവാണോ അത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണോ എന്ന്. അപ്പം മെയ് 3-ാം തീയതി അതിന് മുന്നേ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ കോൺട്രാക്റ്റ് തീരുവാണ്, മെയ് 3-ാം തീയതി കോൺട്രാക്റ്റ് തീരുവാണ്, നിനക്ക് ഞാൻ ഈ ലെറ്റർ തരുവാണ്, കോൺട്രാക്റ്റ് തീർന്ന ലെറ്റർ തരുവാണെന്ന് പറഞ്ഞ് ഞാൻ സൈൻ ചെയ്ത് ഞാൻ മാനേജറുടെ അടുത്ത് പുറത്തിറങ്ങി. പിറ്റേ ദിവസം ടീം ലീഡ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിന്നെ മാനേജർ അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ എന്നിട്ട് മാനേജറെ വൈകുന്നേരം ഞാൻ പോയി കണ്ടു. മാനേജർ എൻ്റെ അടുത്ത് പറയുകയാണ്,
നിൻ്റെ ഇവിടുത്തെ കോൺട്രാക്റ്റ് ഞങ്ങൾ തീർത്തു, പക്ഷേ നിനക്കൊരു ഓപ്പർച്യൂണിറ്റി തരുവാണ്, നിനക്ക് വേറൊരു ആമസോണിൻ്റെ ഒരു സ്ഥലത്തേക്ക് ഞാൻ ട്രാൻസ്ഫർ തരുവാണ്, നിനക്ക് ഓക്കെ ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, കാരണം നമുക്കൊരു ജോലി ഇല്ലാതെ നമ്മളവിടെ നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമുക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം അവരെനിക്ക് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. ജൂലൈ 26 എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. ഞാൻ അടുത്ത എഫ്സിയിൽ മെയ് 4 കയറി. 24 ജൂലൈ 26 ആയപ്പം പുതിയ സ്ഥലത്തെ മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാനിവിടെ പെർമനൻ്റ് ആക്കുക. ഞങ്ങളൊരു 10-20 പേരോളം അന്ന് ജൂലൈ 26 കോൺട്രാക്റ്റ് തീരുന്നുണ്ടായിരുന്നു. ഞങ്ങളൊരു 5 പേര്, അതിനകത്ത് ഗേൾസ് ഉണ്ടായിരുന്ന എല്ലാവരെയും അവർ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തു. ഗേൾസിൽ എനിക്ക് മാത്രം അവിടെ കോൺട്രാക്റ്റ് കിട്ടി. അപ്പോൾ ഈ കോൺട്രാക്റ്റിന് മുന്നേ നമുക്ക് ശരിക്കും വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് ട്രെയിനിങ് ഒക്കെ കിട്ടും. അപ്പം ആ ട്രെയിനിങ് കിട്ടണമെങ്കിൽ നമ്മൾ മാനേജറിൻ്റെ അടുത്ത് ടീം ലീഡറിൻ്റെ അടുത്തും പറയണം. ഞാൻ മാനേജറിൻ്റെ അടുത്ത് ടീം ലീഡറിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു, എനിക്കൊന്ന് ട്രെയിനിങ് താ, കാരണം എനിക്ക് മറ്റേ സ്ഥലത്ത് ഉണ്ടായിരുന്നു, എനിക്കൊന്ന് ട്രെയിനിങ് താന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. പക്ഷേ മാനേജർ പറഞ്ഞു ഓക്കെ നിനക്ക് നെക്സ്റ്റ് വീക്ക് തരാം. പക്ഷേ അവരെനിക്ക് തന്നില്ല. ആ ട്രെയിനിങ് മറ്റ് ഇതിലത്തെ ട്രെയിനിങ് കിട്ടിയത് ആർക്കും കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തില്ല. അവരുടെ ജൂലൈയിൽ തീർന്നു, എന്നെ അവിടെ പെർമനൻ്റ് ആക്കി. അപ്പം ഞാൻ പഠിച്ചതും ഞാൻ വർക്ക് ചെയ്തതൊക്കെ IT-യിലായിരുന്നു. അപ്പം ആമസോണിൽ തന്നെ നമുക്ക് IT-യിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ട്രാൻസ്ഫറിന് ഓപ്ഷൻസ് ഉണ്ട്, ലെവൽ ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഈ മെയ് 24 കയറിയപ്പോൾ മുതൽ ഞാനവിടെ ഈ IT അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ പ്രാവശ്യവും അപ്ലൈ ചെയ്യും. ഒരു 90-100 ആപ്ലിക്കേഷൻസ് എല്ലാം ഞാൻ ആമസോണിൽ തന്നെ IT-യിൽ ഞാൻ കാണുന്നതെല്ലാം ഞാൻ അപ്ലൈ ചെയ്യുമായിരുന്നു. ഒരു 10 ഇൻ്റർവ്യൂസിനടുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം റിജക്റ്റ് ആയിപ്പോയി. ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് അപ്പം ഞാൻ കഴിഞ്ഞ ജൂലൈ ലാസ്റ്റ് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്ന് ഉടമ്പടി പുതുക്കി. അന്നേരം ഞാൻ ജോലിയുടെ കാര്യം വച്ചിട്ടുണ്ടായി. അപ്പം ഞാൻ എന്നിട്ട് ഞാൻ ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് മൈ ഗ്രേസ് ഇത് ഞാൻ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ വചനങ്ങൾ എഴുതി പ്രാർത്ഥിക്കുകയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു 56 എന്ന് പറഞ്ഞൊരു നമ്പർ എനിക്ക് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്താണെന്ന് എനിക്കറിയില്ല, 56 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്തു. അപ്പം എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. ഒക്ടോബർ 20 എനിക്കൊരു ഇൻ്റർവ്യൂ വരുവാം ആമസോണിൽ തന്നെ. പക്ഷേ എനിക്കത് വേറെ ഒരു വീട്ടിലൊരു സാഹചര്യം മൂലം എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അവരോട് പറഞ്ഞു എനിക്കിപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അറ്റൻഡ് ചെയ്യണം, എനിക്ക് പറ്റുന്ന സമയത്ത് റീഷെഡ്യൂൾ ചെയ്യാമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അടുത്ത ഡേറ്റിലൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് റീഷെഡ്യൂൾ എനിക്ക് നടക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ അവർക്ക് മെയിൽ അയച്ചിട്ടും അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഓക്കെ താങ്ക് യു, നീ ഞങ്ങൾക്ക് ഡേറ്റ് തന്നതിന് താങ്ക്സ് എന്ന് പറഞ്ഞ് അവർ താങ്ക്സ് മെയിൽ അയച്ചിട്ട് കഴിഞ്ഞ 3 എനിക്കവർ പുതിയ ഇൻ്റർവ്യൂ റീഷെഡ്യൂൾ ചെയ്തു തന്നു. 2 ഇൻ്റർവ്യൂർ ഉണ്ടായിരുന്നു. അത് ഒരു ഇൻ്റർവ്യൂർക്ക് 30 മിനിറ്റ് വെച്ച് അങ്ങനെ 1 മണിക്കൂറത്തെ ഇൻ്റർവ്യൂ 2 മണിക്കൂറാണ് നിന്നത്. ഫസ്റ്റ് ഇൻ്റർവ്യൂർ 1 മണിക്കൂറിന് മേലെ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. സെക്കൻഡ് ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പം അത് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാനപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് നോക്കാൻ പറ്റും. അപ്പോൾ സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞപ്പം അതിനകത്ത് കിടക്കുന്നത് നോ ലോങ്ങർ കൺസിഡറിങ് ദ ആപ്ലിക്കേഷൻ. അപ്പം അതായത് എൻ്റെ ഇൻ്റർവ്യൂ പോയി, ജോലി കിട്ടില്ല എന്നായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ അതിൻ്റെ ഹയറിംഗ് മാനേജർക്ക് ഞാൻ മെസ്സേജ് അയച്ചു, ഇങ്ങനെയാണല്ലോ കിടക്കുന്നത്, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നോട് ഞാനൊരു കാര്യം പറയാം, നീ ഇതിന് സെലക്റ്റായി, അപ്പം ബാക്കി റിക്രൂട്ട്മെൻറ്റ് ടീം എന്താണെന്ന് വെച്ചാൽ നിനക്ക് തരും എന്ന് മെയിൽ അയക്കുമെന്നും അവർ പറഞ്ഞു. ഇന്നലെ രാത്രി എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഞാൻ ലെവൽ 1 ആയിരുന്നു, ഞാൻ ഇപ്പം ലെവൽ 3യിലേക്ക് എനിക്ക് പുതിയ ജോലി കിട്ടി. ഞാൻ തിരിച്ച് UK ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ ജോലിക്ക് ഞാനിനി കയറും. ഈ ഒരു അനുഗ്രഹം എന്ന് പറയണത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അമ്മ മാതാവിൻ്റെ ഒരൊറ്റ ആളുടെ അനുഗ്രഹം കൊണ്ട് മാത്രം ഇല്ല. കാരണം ഈ ഇൻ്റർവ്യൂ ഞാൻ ഒരു പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഈ ഏതാണെന്ന് പോലും ഞാൻ നോക്കാണ്ടാണ് ഞാൻ കയറിയത്. കയറുന്നതിന് മുന്നേ ഉടമ്പടി തൈലം തൂത്തു, നാവിൽ തൂത്തു, നെറ്റിയിൽ തൂത്തു, ഉപ്പും തേനും ഞാൻ കഴിച്ചിട്ടാണ് ഞാൻ കയറിയത്.
ഞാൻ ആ ഇൻ്റർവ്യൂവിൽ എന്താ പറഞ്ഞതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അതേപോലെ ഞാൻ അത്രയും നേരം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് മാതാവ് ആ ഒരു ഓഫർ തന്നു. ഇതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു വീട്, ഞങ്ങൾ ചെന്നപ്പോൾ മുതൽ ഞങ്ങൾ താമസിച്ചുള്ള ഷെയർഡ് അക്കോമഡേഷൻ, ഞങ്ങൾ 9 പേരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തെ കോൺട്രാക്റ്റ് തീർന്ന് ഞങ്ങളത് വേറെ സ്ഥലത്തേക്ക് വീട് മാറി. പക്ഷെ അവിടെ നിന്ന് കൊച്ചിൻ്റെ സ്കൂളിലെ ദൂരം എന്ന് പറഞ്ഞാൽ ഒരു 2 ബസ് കയറി ഒരു അരമണിക്കൂറിന് മേളിൽ, അരമണിക്കൂറല്ല 1 മണിക്കൂറിനടുത്ത് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യണമായിരുന്നു ബസ്സിൽ കയറി. കാരണം ബസ് വരാൻ ലേറ്റ് ആവും. 7:00 വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 8:30 8:45 ആകുമ്പോഴാണ് സ്കൂളിലെത്തുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ലൈറ്റ് അക്കാദമി പ്രയർ റിക്വസ്റ്റ് എടുത്തു. ഒരു വീടിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നോക്കി. പക്ഷേ അവസാനം ഇവൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് ഒരു 7 മിനിറ്റ് മാത്രം ദൂരത്തിൽ ഒരു വീട് ഞങ്ങൾക്ക് കിട്ടി. അതും ഇവൻ്റെ ഫ്രണ്ട്സും ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാം അടുത്തുണ്ട്. ഞങ്ങൾക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് കൊച്ചിനെ അവിടെ ആക്കിയിട്ട് പോകുന്നതിന് പ്രശ്നമില്ല. ഇവന് കളിക്കാനുള്ള ഫ്രണ്ട്സ് ഉണ്ട് അടുത്ത്. എല്ലാ കാര്യത്തിനും ഭയങ്കര അനുഗ്രഹമുള്ള ഒരു നല്ലൊരു വീട്, നല്ല ഹൗസ് ഓണേഴ്സ്. ഞങ്ങൾക്കിപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇപ്പോൾ അവർ പിന്നെയും കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു 1 വർഷത്തേക്ക്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും യേശുപ്പച്ചനും 1000 നന്ദി. ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ മുതൽ ഞാൻ ഇപ്പോഴും ഉടമ്പടിയിലാണ്. ഇതേവരുടെ ഉടമ്പടി മുടക്കിയിട്ടില്ല. എനിക്ക് എൻ്റെ മെയിൽ ഐ ഡിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ വേറെ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയും ഞാൻ ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് ഞാൻ മാതാവിനോട് ഉറപ്പ് നൽകുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി ഇവിടെ എല്ലാവർക്കും കൊടുത്തു. അതേപോലെ UK കൊടുത്തു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് പുതുക്കി പോയപ്പം ഞാൻ കാശ് രൂപം മേടിച്ചിട്ട് പോയി. എന്നിട്ട് ഓരോ പത്രം കൊടുക്കുമ്പോഴും കാശ് രൂപങ്ങളെ കൂടിയിട്ടാണ് എല്ലാവരോടും പറയാറ്. അതേപോലെ അവിടെ എല്ലാവരോടും ആമസോണിലുള്ള എല്ലാവരോടും ഞാനിങ്ങനെ പറയും. മലയാളീസ് അല്ലാണ്ട് ഇംഗ്ലീഷുകാരോടും ഒക്കെ ഞാൻ പറയും, ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറ്റും, നിങ്ങൾ നോക്കണം, ചെയ്യണം, ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അതേപോലെ ഇവിടുത്തെ ഉടമ്പടി സാക്ഷ്യങ്ങളും ധ്യാനമൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇട്ട് എല്ലാവരോടും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ഇവിടുന്ന് ആദ്യം ഉടമ്പടി എടുത്ത് പോയ ആ സമയം മുതൽ അവിടെ വീടിൻ്റെ അടുത്തൊരു അനാഥ മന്ദിരം, വൃദ്ധസദനമുണ്ട്. അവിടെ ഞാൻ എല്ലാ മാസവും ഞാൻ ഫുഡിനുള്ള പൈസ കൊടുക്കും. അത് ഇന്നേ വരെ ഞാൻ മുടക്കിയിട്ടില്ല. ഞാൻ ഒരു ദിവസത്തെ ഫുഡിനുള്ള പൈസ കൊടുക്കുന്നുണ്ട്. അതേപോലെ UK നമുക്ക് ഒത്തിരി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ഇങ്ങനെയും ചില കടകളുടെ ഫ്രണ്ടിലൊക്കെ ഹോംലെസ് പീപ്പിൾസ് ഉണ്ടാവും. അപ്പം എന്നെക്കാരും ഇൻട്രസ്റ്റ് കൊച്ചിനാണ്. അവൻ പറയും, അമ്മേ ദേ അവിടെ ഹോംലെസ് പീപ്പിൾസ് ഇരിക്കണു, നമുക്ക് അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കണ്ടേന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ തന്നെ ചെന്ന് ഫുഡ് മേടിച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോരുള്ളൂ. പിന്നെ ആരെങ്കിലും ഇങ്ങനെ പൊതിച്ചോറിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പിള്ളേർക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാനൊക്കെ ഇങ്ങനെ പരിപാടികളുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അവർക്കൊക്കെ പൈസ കൊടുത്ത് ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ എവിടെയൊക്കെ എനിക്ക് സഹായിക്കാൻ പറ്റുന്നോ, ഇതല്ലാണ്ടും എവിടെയൊക്കെ പറ്റുന്നോ അതെല്ലാം ഞാൻ സഹായിക്കുന്നുണ്ട്. ഈ മണ്ണിൽ എല്ലാവരും പറയും, ഈ മണ്ണിൽ കാല് കുത്തിയിട്ട് നമ്മൾ ഒരിക്കലും മാതാവ് കൈവിടില്ല. ആ ഒരു വിശ്വാസത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു. അമ്മ മാതാവിനും യേശുപ്പച്ചനും 1000 നന്ദി. എൻ്റെ പേര് ബിന്ദു ബെൻസി. ഞാൻ ഇടുക്കി രൂപതയിലെ ശ്രീവാമല ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്ത് 16/12/2023 ഞങ്ങൾക്ക് വീട് പണിയാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും നടക്കുന്നില്ലായിരുന്നു. പൈസയൊക്കെ ഉണ്ടാക്കി വയ്ക്കും, പക്ഷേ പണി നടക്കത്തില്ലായിരുന്നു. അങ്ങനെയായപ്പോൾ അമ്മയുടെ ഉടമ്പടി എടുത്ത് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മയുടെ ഒരു സ്വപ്ന ദർശനം എനിക്കുണ്ടായി. ഞാനൊരു കടലിൻ്റെ നടുക്ക് നിൽക്കുകയാണ്. അമ്മ ആ കടലിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്നു, കടൽപ്പാലത്തിൽ. ഞാൻ നിൽക്കുന്നതിൻ്റെ അടുത്ത് നിന്ന് പാലത്തിൽ നിന്ന് മൊത്തം തടിക്കഷ്ണങ്ങളും പറന്ന് കാറ്റിൽ പോകുന്നു. ഞാൻ അമ്മയെ വിളിച്ച് കരയുന്നു. അമ്മ കൈ നീട്ടി എന്നെ പിടിച്ച് അക്കരെ എത്തിച്ച്, കുഴപ്പമൊന്നുമില്ല, സഹനങ്ങൾ ജീവിതത്തിലുണ്ടാകും, സഹിക്കുവാനുള്ള ശക്തി നിനക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ വീടിൻ്റെ പണി നടക്കുകയും ഞങ്ങൾക്ക് 2 പുതുക്കി കഴിഞ്ഞപ്പോഴേക്കും വീട് പണി ആരംഭിക്കുകയും 4ാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട് പണി പൂർത്തിയാക്കി. 1 രൂപ പോലും കടമില്ലാതെ ഞങ്ങൾക്ക് ഭവനം പണി പൂർത്തിയാക്കാൻ സാധിച്ചു. അതിനു മുമ്പ് അമ്മ ഞങ്ങൾ ഭവനം പണിയാൻ തീരുമാനിച്ചപ്പോൾ ഈ ഭവനത്തിൻ്റെ ഒരു രൂപം ഞങ്ങൾക്ക് ഫോണിൽ തന്നായിരുന്നു. അതേപോലെ തന്നെയുള്ളൊരു ഭവനമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. രണ്ടാമതായി ഞങ്ങളുടെ പറമ്പിൽ
കുരങ്ങിൻ്റെ ശല്യം ഉണ്ടായിരുന്നു കൃഷിസ്ഥലത്ത്. അപ്പോൾ ഭയങ്കര ശല്യമായിരുന്നു, എന്ത് ചെയ്താലും പോകത്തില്ലായിരുന്നു. അത് ഞാനൊരു ദിവസം അമ്മയുടെ ഉടമ്പടി തൈലം കൊണ്ട് മണ്ണിൽ കുരിശ് വരച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് പറമ്പിന് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി തളിച്ചു. അതിനുശേഷം ഇന്ന് വരെ ഞങ്ങളുടെ പുരയിടത്തിൽ കുരങ്ങിൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പിന്നെ എനിക്ക് ഒരു രോഗമുണ്ടായിരുന്നു, അട്ടലിൻ്റെ അകത്ത് അകന്നിട്ട് ഞരമ്പ് അതിൽ കയറി ബൾജാകുകയായിരുന്നു. ഒത്തിരി സമയം നിൽക്കാനോ നടക്കാനോ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അമ്മയുടെ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് പങ്കെടുത്താൽ എന്തെങ്കിലും ഇങ്ങനെ കാലിന് പ്രശ്നമൊന്നും ആവില്ലെങ്കിൽ അമ്മ എനിക്കൊരു അടയാളം തരണമെന്ന്. പിറ്റേ ദിവസം തുടങ്ങി എന്നെ കൂട്ടുകാരൊക്കെ വിളിക്കാൻ തുടങ്ങി, നീ ജപമാല റാലിക്ക് വാ, ഞങ്ങളുടെ കൂട്ടത്തിൽ പോകാം, കുഴപ്പമില്ല എന്ന്. പക്ഷേ ഞാനൊരു പൂ ചോദിച്ചപ്പോൾ അമ്മ എനിക്കൊരു പൂന്തോട്ടം തന്നെ നൽകി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി കുടുംബസമേതം വന്ന് ജപമാല റാലിയിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും പങ്കെടുക്കുവാൻ സാധിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പിന്നെ എനിക്ക് യൂട്രസ് ഇങ്ങനെ ഇറങ്ങി പോരുകയും ഇൻഫെക്ഷൻ ആവുകയും ചെയ്യുമായിരുന്നു. അന്നേരം ഞാൻ ആ അമ്മയുടെ ഉടമ്പടി തൈലം വയറിൽ മേൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ എനിക്ക് ആശുപത്രി പോകാനൊന്നും പറ്റത്തില്ല, അമ്മ ഇത് സൗഖ്യം തന്നെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന് അമ്മയോട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. 8 നോയമ്പ് കഴിഞ്ഞപ്പോൾ അതെനിക്ക് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. ജപമാല റാലിയിൽ പങ്കെടുത്തതിന് ശേഷം അങ്ങനെ യാതൊരുവിധ കുഴപ്പങ്ങളും എനിക്കില്ല. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പ്രേക്ഷിത കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ പത്രം ടൗണുകളിലും ആശുപത്രികളിലും ആടുകളുടെ വീടുകളിലൊക്കെ കൊണ്ട് എൻ്റെ കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഭയങ്കര ദേഷ്യവും മുൻകോപവും ഒക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു. വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഞാൻ എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് എൻ്റെ മനസ്സിലിങ്ങനെ വൈരാഗ്യ ബുദ്ധിയായിട്ട് കിടക്കുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കതെല്ലാം ക്ഷമിക്കാനും അവരോടെല്ലാം സ്നേഹത്തോടെ പെരുമാറാനുമുള്ള കൃപയും ശക്തി ലഭിച്ചു. പിന്നെ അനാഥാലയങ്ങളിലും വൃദ്ധമന്ദിരങ്ങളിലൊക്കെ ഞാൻ പോയി ഭക്ഷണം കൊടുക്കുകയും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തു. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉടമ്പടിയിൽ മരണം വരെ ജീവിക്കുവാനാണ്. എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.